മക്കളെ, നമ്മുടെ ഓണപരീക്ഷ അടുത്തെത്തിയില്ലേ? സോ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. ആറ്റത്തിന്റെ മാസ് നമ്പർ 23 സോ എക്സ് ആണ്, മാസ് നമ്പർ 23. അതിന്റെ എം ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. നമ്മൾ എങ്ങനെ എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കറിയാം ഇലക്ട്രോൺസ് കയറുന്ന സമയത്ത് ആദ്യം എം ഷെല്ലിലാണോ കയറുക? അല്ല, ആദ്യം ഇലക്ട്രോണ് കെ ഷെല്ലിൽ കയറും, അതിനുശേഷം ഇലക്ട്രോണ് എൽ ഷെല്ലിൽ കയറും, അതിനും ശേഷം മാത്രമേ ഇലക്ട്രോൺസ് എം ഷെല്ലിലേക്ക് കയറാറുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇനി നമുക്കറിയാം കെ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും? 2 ഇലക്ട്രോൺ. അതിനുശേഷം മിച്ചമുള്ള ഇലക്ട്രോൺ എൽ ഷെല്ലിലേക്ക് പോയിട്ടുണ്ടാവും. എൽ ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും? 8 ഇലക്ട്രോൺ. അതിനുശേഷം മിച്ചമുള്ള ഒരു ഇലക്ട്രോൺ ആണ് എം ഷെല്ലിലേക്ക് പോയിട്ടുള്ളത് അല്ലെ. അപ്പോ ഈ ആറ്റത്തിന്റെ കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 2 8 1 ആയിരിക്കും. സിമ്പിൾ. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് കിളിപോയിരിക്കരുത് കേട്ടോ. ഇനി അടുത്തത്, ന്യൂക്ലിയസിൽ അടങ്ങിയിട്ടുള്ള ആകെ കണങ്ങളുടെ എണ്ണം എത്ര? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരൊക്കെയാ ഉള്ളത്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള ആകെ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടെത്താൻ ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഇവിടെ തന്നിട്ടുണ്ട്? ഉണ്ട്, മാസ് നമ്പർ അല്ലെ. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം കൂട്ടിയാലാണ് അവന്റെ മാസ് നമ്പർ കിട്ടുക. സോ മാസ് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ന്യൂക്ലിയസിലെ കണങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ 23 ആണെങ്കിൽ ഇവിടെ ന്യൂക്ലിയസിലെ പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്രയാ? 23. സിമ്പിൾ. ഇനി ഈ ആറ്റത്തിന്റെ കയ്യിൽ എത്ര ന്യൂട്രോൺ ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.